നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വസ്തുത അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ അധികാരങ്ങളും മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, സീനിയർ മെമ്പറാണ്, 81 വയസ്സുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹത്തിലേക്ക് ചുരുങ്ങുകയും അദ്ദേഹം താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ചിലരുടെ വാക്യങ്ങൾ മാത്രമാണ് ഇതിന് കാരണം. അതായത് ഇന്നത്തെ സിറ്റുവേഷനിലെ ഇടതുപക്ഷത്തിന് ഒരു പരാജയം മണക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ പിണറായി എന്ന അവർ വിശ്വസിച്ച അസറ്റാണ് അതിപ്പോൾ ലയബിലിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അതായത് ചൈനയിൽ നടന്ന പോലെ, സോവിയറ്റ് യൂണിയൻ നടന്ന പോലെ ചില വ്യക്തിനിഷ്ഠമായ പ്രവർത്തനങ്ങളിലേക്ക് ആ പാർട്ടി മാറി. അതായത് ഇന്റർനാഷണൽ അല്ലെങ്കിൽ ബംഗാൾ നടന്നപ്പോൾ ജ്യോതിബാസുവിലേക്ക് പാർട്ടി ചുരുങ്ങിയതുപോലെ അതിലൊന്നും ഒരു പാഠവും ഉൾക്കൊള്ളാതെ അതേ തെറ്റുകൾ ആവർത്തിക്കുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ഞാൻ ബംഗാളിൽ സൂചിപ്പിച്ചല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് തിരുത്താൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സഖാവ് പിണറായി വിജയന്റെ രാഷ്ട്രീയ ഉള്ളടക്കം അറിയാം. അദ്ദേഹം ഈ പാർട്ടിയെ അതിതീക്ഷ്ണമായ പരീക്ഷണ ഘട്ടത്തിൽ പാർട്ടിയെ ഒരുമിപ്പിച്ച് നിർത്തി മുന്നോട്ട് നയിച്ച സഖാവാണ്. അതുകൊണ്ട് സംശയമില്ല അദ്ദേഹത്തിന് പാർട്ടി ബോധം അദ്ദേഹത്തിന് എന്തിലും പ്രധാനമാണ്. പക്ഷെ പാർട്ടി ബോധത്തെ മറികടക്കുന്ന ഒരു വികസനവാദ ബോധം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് കലർത്തിവിട്ടാൽ അദ്ദേഹം ഒരുപക്ഷെ രാഷ്ട്രീയ വിമർശനത്തെക്കാൾ അദ്ദേഹം സ്വീകരിക്കുന്നത് ഇത്തരം ഉപദേഷ്ടാക്കളുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അദ്ദേഹത്തെ സ്തുതിക്കുന്നവരുടെയും ശരിയിൽ അദ്ദേഹം വിശ്വസിച്ചു തുടങ്ങിയാൽ, അദ്ദേഹം വിജയിച്ചത് അതുകൊണ്ടല്ല, കൃത്യമായ സംഘടനാ ബോധവും രാഷ്ട്രീയ ബോധവും കൊണ്ടാണ് പാർട്ടിക്കുള്ളിൽ വളർന്ന VS-ന്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട വിഭാഗീയത മറികടക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞത്. രണ്ടാമത് സ്തുത്യർഹമായ സേവനം കൊണ്ടാണ് ആദ്യത്തെ 5 വർഷം കഴിഞ്ഞ് ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചത്. എന്നാൽ അതല്ല, അതിന്റെയൊന്നും ബലത്തിലല്ല, വേറെ എന്തോ ഈ പറയുന്ന പരസ്യ ഏജൻസികളുടെയും PR ഏജൻസികളുടെയും അവരെ കൊണ്ടുവരുന്ന ഉപദേഷ്ടാക്കളുടെയും ശരിയാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുക എന്ന് വിശ്വസിച്ചാൽ അതിന്റെ ഫലമായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകൾ. സഖാവ് പിണറായി വിജയനെ ഞാൻ ആ അർത്ഥത്തിൽ കുറ്റപ്പെടുത്തുകയില്ല. കാരണം അദ്ദേഹത്തിന് കൊടുക്കേണ്ട പാർട്ടി, അദ്ദേഹത്തെ നയിക്കേണ്ട അദ്ദേഹത്തിന് ചുറ്റുമുള്ള സഖാക്കൾ, അവരുടെ ദൗത്യവും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വെറും പിണറായി വിരുദ്ധത പറയുന്നതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ വികസിക്കാൻ കഴിയില്ല. താങ്കൾ പറയുന്നത് പോലെ അതിന് മുഖ്യ ഉത്തരവാദി. കാരണം നിങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ നമ്മൾ വിൽക്കാൻ ശ്രമിക്കുന്നത് ഒരു വ്യക്തിയാകുമ്പോൾ തോൽക്കുമ്പോഴും വ്യക്തിക്ക് ആ ഉത്തരവാദിത്വം വരില്ലേ? അത് മാത്രമാണ് താങ്കൾ പറഞ്ഞത് ഞാൻ വളരെ കൃത്യമായി ശ്രദ്ധിക്കുമായിരുന്നു. അത് പാർട്ടി ബോധം എന്ന് താങ്കൾ പറയുന്നു. ഞാൻ അവിടെയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുള്ളത്. അത് തന്നെയാണ് പറയുന്നത്. അത് മാർക്സിസ്റ്റ് ബോധത്തിന് ഉപരിയായിട്ടുള്ളൊരു പാർട്ടി ബോധം കേരളത്തിലുണ്ട് എന്ന് പലരും ഡൽഹിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് PM ശ്രീ RSSന്റെ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഒപ്പിട്ടപ്പോൾ അത് വളരെ ക്ലിയർ ആയിരുന്നു. അവിടെ പാർട്ടി ബോധം അല്ലെങ്കിൽ ഭരണബോധം മാത്രമാണ് ഉള്ളത്. അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ നയിക്കുന്ന മന്ത്രിസഭയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു ഐഡിയോളജിക്കൽ ലാപ്സ് അല്ലേ അവിടെ നടന്നത്? അതെ, വളരെ താങ്കൾ പറയാൻ ശ്രമിച്ചതിന് ഞാൻ ഒറ്റ വാക്കിൽ പറയാൻ ശ്രമിക്കാം. മാർക്സിസത്തിന് പകരം പാർട്ടിയിസം, ആ വാക്ക് ശ്രദ്ധിച്ചോളൂ. ഇത് ഒരു കൃത്യമായ വിമർശനമാണ്. നിങ്ങൾക്ക് മാർക്സിസം തന്നെയാണ് നിങ്ങളുടെ ഉപകരണം. കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ പാർട്ടിയെ നയിക്കേണ്ടത് മാർക്സിസമാണ്. പക്ഷെ പാർട്ടിയിസം, പാർട്ടിക്കൂറ്, ഇതുകൊണ്ട് നിങ്ങൾക്ക് മാർക്സിസത്തിന് പകരം വയ്ക്കാൻ കഴിയുകയില്ല. നിങ്ങൾ പൊതുജന ബന്ധത്തിന് പകരം പരസ്യ ഏജൻസികളെ പകരം വയ്ക്കാൻ കഴിയുകയില്ല. രാഷ്ട്രീയ ഉപദേഷ്ടാക്കൾക്ക് പകരം സ്വകാര്യമായ ശിങ്കിടികളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭരിക്കാനാവില്ല. വളരെ വളരെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെയും സ്നേഹിക്കുന്നവർ മനസ്സിലാക്കുക. അതിനുള്ള ധാർമ്മിക ധീരത സഖാവ് പിണറായി മുതൽ താഴെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണം. എന്തുകൊണ്ട് തങ്ങൾ ജയിക്കുന്നില്ലെങ്കിൽ, ഞാൻ ജയിക്കുന്നില്ല എന്ന് പറയാൻ ഞാൻ ജ്യോത്സ്യനൊന്നുമല്ല, എങ്കിൽ പോലും അറിയാം ഒരു പൊതുധാരണ എനിക്കുമുള്ളത് UDF ആണ് ജയിക്കുന്നത്. അപകടകരമാംവിധം 2-3 സീറ്റുകൾ RSS BJP ഫാസിസ്റ്റ് രാഷ്ട്രീയം കേരളത്തിൽ
ജ്ഞാനസ്നാനം ചെയ്യുകയാണ്. ബാപ്റ്റിസം ഓഫ് ദ ഫാസിസ്റ്റ് പാർലമെന്ററി ഗ്രൂപ്പ് ഈസ് എമർജിങ്. ഒ രാജഗോപാലൻ ആയിരുന്നില്ല, എന്നാൽ ഇത് ആദ്യമായി നിങ്ങൾക്ക് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികൾ തിരുവനന്തപുരത്തെ നിയമസഭയിൽ ഇരിക്കാൻ പോവുകയാണെന്നുള്ള ഭയവും എനിക്ക് ഉണ്ട്. അതുകൊണ്ട് പറയുകയാണ്, അടിമുടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികൾ, CPI കുറിച്ച് നമ്മൾ പ്രത്യേകം പറയാത്തത്, CPIയുടെ ഒരു ദയനീയമാണ് അവരുടെ അവസ്ഥ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ സംസ്കാരം അതിന്റെ അണികളോടോ ജനങ്ങളോടോ വയ്ക്കാൻ കഴിയാത്ത ഒരു CPI ആണ്. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല, കാരണം അതത്ര ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ല. CPM നന്നായാൽ CPIയും താനെ നന്നാവും, ഇടതുപക്ഷവും താനെ നന്നാവും. കാരണം ഇപ്പോഴും CPM ആണ് ഇടതുപക്ഷത്തിന്റെ മുഖ്യ ചാലക ശക്തി. ബീഹാറിൽ CPI-ML പോലെ ചെറിയ പാർട്ടികൾ ഉണ്ടെങ്കിലും. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഈ തിരഞ്ഞെടുപ്പിന് ജയിച്ചാലും, ചെറിയ തോതിൽ ജയിച്ചാലും തോറ്റാലും, ഈ കേരളത്തിലെ CPM ഘടകം ഒരു കായകൽപ്പ ചികിത്സയ്ക്ക് തയ്യാറാണ്.